നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മളിന്ന് രാത്രി കഴിക്കാൻ വേണ്ടി ഫുഡ് വരുമ്പോൾ ദോശ വാങ്ങിട്ടുണ്ട്. നമ്മൾ മാവ് പാക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയാലും ദോശ വാങ്ങിക്കാൻ പോലും സെയിം പൈസയ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ ദോശ വാങ്ങിച്ച്, കാരണം വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കി കറിയൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടും സമയമില്ലാത്ത ഒരു ക്ഷീണവും കാര്യമുള്ളതിന്റെ പേരിൽ നമ്മൾ മാവ് വാങ്ങിക്കുന്ന അതേ പൈസയ്ക്ക് ദോശ വാങ്ങിച്ച്, മാവ് വാങ്ങാൻ എന്തായാലും ഒരു പാക്കറ്റ് മാവിന് 50 രൂപയാണ്. ദോശയ്ക്ക് നമ്മളിപ്പോൾ രണ്ടാൾക്കും കൂടി 6 ദോശ കഴിക്കാൻ 48 രൂപയാണ്. അതാകുമ്പോൾ സാമ്പാറും ചട്നിയും എല്ലാം കിട്ടും. വീടുകളോട് ചേർന്നുള്ള ചെറിയ ചെറിയ കടകളാണ് ഗൈസ്. നല്ല ഫുഡൊക്കെ ആയിരിക്കും അല്ലേ ശ്രുതി? പിന്നെ ഗൈസ്, വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ രണ്ടാളും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക പ്ലീസ്. ശ്രുതി ഫുഡ് കഴിച്ചു തുടങ്ങി. സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, ദോശ വാങ്ങിച്ചിട്ടുണ്ട്. ശരിക്കും ഇതാ ലാഭം അല്ലേ ശ്രുതി? മറ്റേത് നമ്മൾ മാവ് വാങ്ങിച്ചിട്ട് വീട്ടിൽ ഉണ്ടാക്കും വേണം, അതിനുള്ള കറികൾ ഉണ്ടാക്കണം, എന്തൊക്കെ പണികളുണ്ട്. ഇതാകുമ്പോ എല്ലാ സാധനവും ഉണ്ട്, വയറ് വെച്ച് ദോശയും കഴിക്കുക അല്ലേ ശ്രുതി? സംഭവം എന്തായാലും നല്ല അടിപൊളിയാണ്. നിനക്ക് ഇഷ്ടപ്പെടാം? ഫുഡ് ഇഷ്ടപ്പെട്ടാ? എനിക്ക് ഇഷ്ടം. ഇവിടുത്തെ ചെറിയ ചെറിയ കടകളുടെ ഫുഡ് ഇവിടുത്തെ നമ്മൾ സംഭവം ശ്രുതി കഴിച്ചിട്ടുണ്ട്. ശ്രുതി കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ശ്രുതി എങ്ങനെയുണ്ട്? കൊള്ളാമോ? സംഭവം ഇവിടുത്തെ കടകളിൽ നമുക്ക് സാമ്പാറും കിട്ടും, ചട്നി കിട്ടും. ഇതൊക്കെ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ മിനിമം 150 ചെലവുള്ള സംഭവമാണ് ശ്രുതി. ഇവിടെ ആകുമ്പോൾ 48 രൂപ സംഭവം ഒതുങ്ങി നമുക്ക് ഇടയ്ക്ക് വയറ് വെച്ച് കഴിക്കാം. പെട്ടെന്ന് നേരത്തെ എത്തിയതുകൊണ്ട് നമ്മള് 8 മണിക്കുള്ളിൽ എത്തിയതുകൊണ്ട് ഇതൊക്കെ കിട്ടി. ഇതൊക്കെ തീർന്നു പോയനെ. അപ്പൊ എന്തായാലും ഞാനും കഴിക്കട്ടെ. എനിക്ക് വലിയ വിശപ്പില്ല, പക്ഷെ എങ്കിലും രാത്രി ഗുളി കഴിക്കണമല്ലോ, അതിനുവേണ്ടി 2 ദോശ കഴിക്കുന്ന വെച്ച് ഞാനും കഴിക്കട്ടെ. ശ്രുതി കഴിച്ചാലും ശ്രുതിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ശ്രുതി നല്ല കഴിക്കുന്നുണ്ട്. ഞാനാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഛർദ്ദിച്ച് പണ്ടാണ് തുടങ്ങിയത്. ഞാൻ 3 പ്രാവശ്യം ഛർദ്ദിച്ചിട്ടുണ്ട്. ഞാൻ 3 പ്രാവശ്യം ഛർദ്ദിച്ച് ശരിക്കും ക്ഷീണിച്ച് തളർന്ന് ഞാനാണ്. വിശപ്പ് ശരിക്കും എനിക്ക് ഉണ്ടാവണതാണ്, പക്ഷെ വിശപ്പില്ല. ഞാൻ വെള്ളം ഒരുപാട് കുടിച്ച് ചമ്മന്തിയൊക്കെ ഒഴിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നു. ചമ്മന്തി ഇല്ലാതെ പറ്റില്ല. മാവ് പാക്കറ്റ് വാങ്ങിയിട്ട് സുധീർക്ക് ദോശ സുധി ചമ്മന്തി കഴിക്കാൻ മടി കാണിക്കും. ഇതാകുമ്പോ ചമ്മന്തി ഉണ്ടാവും, സാമ്പാർ ഉണ്ടാവും, മതിലേക്ക് വാങ്ങിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റും ഉണ്ടാവും. അവിടെ എനിക്ക് ടാക്ക് നിനക്ക് ഡാക്ക് മനസ്സിലായില്ല. നീ കാണിച്ചു തരാടാ. തിന്നെ. പിന്നെ കഴിച്ച് നമ്മൾ നാളെ കളിക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്തുള്ള ഒരു പാറശാല കളിക്കുകൾ ആ ഭാഗത്തൊക്കെ ഉള്ളവര് നമ്മളെ കോൺടാക്ട് മെസ്സേജ് അയച്ചിട്ട് പക്ഷെ പലരും മറന്നൊക്കെ പോയി കഴിച്ച് ഒന്നുകൂടി മെസ്സേജ് അയച്ചില്ല. പെൺകുട്ടിയെ മാത്രം ഓർമ്മ, പക്ഷെ മെസ്സേജ് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി നമ്മൾ ഓർമ്മിപ്പിക്കാം. അതാണ്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി നമ്മളെ മെസ്സേജ് അയച്ച് ഓർമ്മിപ്പിക്കുക. അപ്പൊ നാളെ കാണാം നമുക്ക്. നാളെ ഉദ്ദേശിച്ച് വാലന്റൈൻസ് ഡേ അല്ലേ? നാളെ വാലന്റൈൻസ് ഡേ. നാളെ ഫെബ്രുവരി 14 അല്ലേ? നാളെ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. അപ്പൊ വാലന്റൈൻസ് ഡേയിൽ നമ്മള് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ആ ഭാഗത്തുള്ളവരൊക്കെ അല്ലേ? ബിസി അല്ലെങ്കിൽ ഫ്രീ ആണെങ്കിൽ കോണ്ടാക്ട് നമ്മളുണ്ടാവും. അപ്പൊ എന്തായാലും നാളെ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.